ഹാനോയി നഗരത്തിലെ മറ്റൊരു രാത്രി. നഗരത്തിലെ ഓൾഡ് ക്വാർട്ടറാണിത്. തെരുവിൽ നല്ല ജനത്തിരക്ക്. തിങ്കളാഴ്ച രാത്രിയാണെങ്കിലും ജനത്തിന് കുറവൊന്നുമില്ലെന്ന് മനസ്സിലായി. ഹാങ് ദാവോ സ്ട്രീറ്റാണ്. സൈക്കിൾ റിക്ഷക്കാർ, ടൂറിസ്റ്റുകൾ, ഇടത്തെരുവുകളിലാവട്ടെ കച്ചവടക്കാർ നിരന്നിരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ പ്രധാന തെരുവിൽ വിറ്റിരുന്ന തരം സാധനങ്ങളാണ് ഈ കടകളിൽ. പഴക്കച്ചവടക്കാരികളും മറ്റും കുടുംബവിശേഷങ്ങളും പറഞ്ഞെങ്ങനെയിരിക്കുന്നു. സംസാരപ്രിയരാണിവർ. കച്ചവടമില്ലാത്തപ്പോൾ കുറേയേറെ പേർ വട്ടത്തിലിരുന്ന് സംസാരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതുമെല്ലാം കാണാം. ഫ്രഷ് ഫ്രൂട്ട്സ് ഇവിടെ വഴിയരികിൽ ധാരാളമായി ലഭിക്കും. ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ആണ്. കൈതച്ചക്ക ഉൾപ്പെടെ പലതുമുണ്ടതിൽ. വേറൊരു ഭാഗത്ത് വെള്ളമടി സദസ്സാണ്. കടയോട് ചേർന്ന വഴിയോരത്ത് പുരുഷന്മാർ വട്ടമിട്ടിരുന്ന് മദ്യപിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതുമെല്ലാം കാണാം. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ പോലെ യൂണിഫോം ധരിച്ചവരും ഒരു ഭാഗത്തിരുന്ന് ബിയറടിക്കുന്നു. വേറൊരു കൂട്ടർ കളിയിലാണ്. ചൈനീസ് ചെസ് എന്നറിയപ്പെടുന്ന ഷിയാങ്കി കളിയാണ്. തെരുവിലെ സാധാരണമായ കാഴ്ചകളാണ് ഇതെല്ലാം. നല്ല ഉഷ്ണമുണ്ട്. എവിടെയും ജനത്തിരക്ക്. കച്ചവടം കുറഞ്ഞ ഒരു കടയുടെ മുന്നിൽ 2 പേർ സംസാരിച്ചിരിക്കുന്നു. കച്ചവടമില്ലാത്തപ്പോൾ 2-3 കടക്കാർ ഇങ്ങനെ കഥയും പറഞ്ഞിരിക്കുന്നത് കാണാം. പാതിരാത്രി വരെ ഇവരിങ്ങനെയിരിക്കും. സൈക്കിൾ റിക്ഷക്കാർ ആളെ പിടിക്കാൻ നിൽക്കുന്നു. ഇവർക്കിപ്പോൾ പഴയ പോലെ ജോലിയില്ല. ടൂറിസ്റ്റുകൾ മാത്രമേ സൈക്കിൾ റിക്ഷ പിടിക്കാറുള്ളൂ. നാട്ടുകാർ സൈക്കിൾ റിക്ഷകളിൽ പോകുന്നത് കാണാറില്ല. മിക്കവരും നടക്കുന്നു, അല്ലെങ്കിൽ സ്വന്തമായുള്ള ബൈക്കുകളിൽ പോകുന്നു. ഞാൻ വീണ്ടും ചില ഇടത്തെരുവുകളിലൂടെ നടത്തം തുടർന്നു. ടൂറിസ്റ്റുകളും അതുവഴി നടപ്പുണ്ട്. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കുന്ന ഇടമാണ് ഇത്തരം ഇടത്തെരുവുകൾ. ടീഷർട്ട്, ഷൂസ് തുടങ്ങിയ സാധനങ്ങൾ ടൂറിസ്റ്റുകൾ ഇവിടെ നിന്നും വാങ്ങിക്കൊണ്ടു പോകുന്നത് കാണാറുണ്ട്. ലോകോത്തര ബ്രാൻഡുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങളാണ് വാങ്ങുന്നത്. അത്ഭുതകരമായ വൈവിധ്യമുള്ള വസ്ത്രങ്ങൾ. മറ്റൊന്ന് തൊപ്പികളാണ്. നോൺല എന്നറിയപ്പെടുന്ന വിയറ്റ്നാമീസ് തൊപ്പി. രഞ്ജു അതൊന്നെടുത്തു വെച്ച് പോസ് ചെയ്തു. പക്ഷേ അത് സ്ത്രീകളെ വെക്കാറുള്ളൂവെന്ന് ഞാൻ പറഞ്ഞു. കടക്കാരിയുടെ മകനുണ്ട് ഇവിടെ. അവനും വിവിധതരം തൊപ്പികൾ മാറി മാറി വെച്ച് എന്റെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നു. ഏതോ ഒരിനം ഇല കൊണ്ടുണ്ടാക്കിയ തൊപ്പിയാണ്. ഇതാണ് ഇവിടുത്തെ പുരുഷന്മാർ സാധാരണയായി അണിയുന്ന തൊപ്പി. ഫ്രഞ്ചുകാരുടെ സംഭാവനയാവാം. തൊപ്പിക്കടകൾ, തുണിക്കടകൾ, അവിടെ ഇരിക്കുന്ന സുന്ദരിമാർ, കൗതുക വസ്തുക്കളും സുവനീറുകളും വിൽക്കുന്ന കടകൾ. ഇതൊക്കെ കരകൗശല വസ്തുക്കളുടെ വിൽപ്പനശാലകളാണ്. ഒരുതരം സൈലോഫോണാണ് ഇത്. ദാൻ ത്രുങ് എന്ന് ഇവിടെ അറിയപ്പെടുന്നു. ഈ ചെറുപ്രതിമകളും സുവനീറുകൾ തന്നെ. നാരുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുടെ കടകൾ. ചില കച്ചവടക്കാരികൾ മൊബൈലിന്റെ ലോകത്താണ്. പലതരം ചെടികളുടെ നാരുകൊണ്ടുണ്ടാക്കിയ ബാഗുകളും വട്ടിയും മറ്റും. നല്ല പെർഫെക്ഷൻ ഉള്ളവയാണ് എല്ലാം. നാരും ലെതറും കൂട്ടിച്ചേർത്തുണ്ടാക്കിയതാണ് ചിലത്. പെയിന്റിംഗ് കടകൾ. മനോഹരമായ ചിത്രങ്ങളാണ് നിരന്നിരിക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്നും ഫുഡ് സ്ട്രീറ്റിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. തിങ്കളാഴ്ച ആയതിനാലാവാം സൈക്കിൾ റിക്ഷക്കാർക്ക് അധികം ആളുകളെ കിട്ടുന്നില്ല. വേണമെങ്കിൽ ഒരു റിക്ഷ പിടിക്കാം. ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. സായിപ്പുമാർ ഇന്നും അവിടേക്ക് പോകുന്നുണ്ട്. സൈക്കിൾ റിക്ഷക്കാർ പലരും വിളിക്കുന്നു. അവരെ അവഗണിച്ച് നടത്തം തുടർന്നു. കടകളിലേക്ക് ആളുകളെ വിളിച്ചു കയറ്റാൻ നിൽക്കുന്നു ചിലർ. താഹിയൻ സ്ട്രീറ്റാണിത്. കയറി ചെല്ലുന്ന ഭാഗത്ത് ആളുകൾ പൊതുവെ കുറവാണ്. പക്ഷേ കുറച്ചുകൂടി ചെന്നപ്പോൾ ഇതാണ് കാഴ്ച.
തിങ്കളാഴ്ചയാണെങ്കിലും ഇന്നലെ കണ്ടതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ആളുകൾ നിറഞ്ഞങ്ങനെയിരിക്കുന്നു. ബലൂൺ കച്ചവടക്കാർ ഇന്നുമുണ്ട്. കുട്ടികളുള്ളിടത്ത് അവർ എത്തും. തെരുവിലാകെ ജനം നിറഞ്ഞിരിക്കുന്നു. ഈ താഹിയൻ ഒരനുഭവം തന്നെയാണ്. ഇത്തരത്തിലുള്ള ഫുഡ് സ്ട്രീറ്റുകളാണ് ലോകത്തെവിടെയും ഏറ്റവും സജീവമായ ടൂറിസം കേന്ദ്രം. എല്ലാ ദിവസവും ടൂറിസ്റ്റുകളും സ്വദേശികളും വന്നു നിറയുന്ന ഇടം. ഒരു പ്രത്യേക ആംബിയൻസ് ആണ് ഇവിടെ. ഉറക്കമില്ലാത്ത തെരുവ്. ഹാനോയിയുടെ ബിയർ സ്ട്രീറ്റ് എന്നാണ് താഹിയന്റെ വിശേഷണം. വിഭവ വൈവിധ്യമാണ് താഹിയൻ സ്ട്രീറ്റിന്റെ പ്രത്യേകത. വിയറ്റ്നാമീസ് തനത് റെസ്റ്റോറന്റുകളിലും ചില സ്പെഷ്യാലിറ്റി റെസ്റ്റോറന്റുകളിലുമെല്ലാം ലഭിക്കുന്ന ഏതു വിഭവവും ഇവിടുത്തെ റെസ്റ്റോറന്റുകളിൽ കിട്ടും. കുഞ്ഞുമേശയും ചെറിയ ഇരിപ്പിടങ്ങളുമാണെന്ന് കരുതേണ്ടതില്ല. ഇവിടെ കിട്ടുന്ന വിഭവങ്ങളെല്ലാം അത്ഭുതകരമാണ്. ഹാനോയിലെത്തുന്ന ടൂറിസ്റ്റുകളെല്ലാം ഈ സ്ട്രീറ്റിലും വന്നിരിക്കും. വൈകുന്നേരമായാൽ ഇവിടേക്ക് വരാമെന്ന ആവേശത്തോടെയാണ് പകൽ നേരത്ത് ടൂറിസ്റ്റുകൾ മറ്റു കാഴ്ചകളിലേക്ക് പോകുന്നതെന്ന് തോന്നും. വിദേശികളുടെ സ്ട്രീറ്റ് എന്നർത്ഥം വരുന്ന ഫോ തായി എന്നൊരു പ്രാദേശിക വിളിപ്പേരുകൂടിയുണ്ട് ഈ സ്ട്രീറ്റിന്. ഹാനോയിലും പരിസരങ്ങളിലുമുള്ള വിവിധ കാഴ്ചകളിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകൾ രാത്രിയാവുന്നതോടെ ഇവിടേക്ക് വന്നണയുന്നു. ഞങ്ങളും ഒരിടത്ത് ഓരോ സീറ്റ് പിടിച്ചു. എന്തെങ്കിലും കഴിക്കണം. മെനു കാർഡ് വായിച്ച് ബുദ്ധിമുട്ടേണ്ടതില്ല. ചിത്രങ്ങൾ നോക്കി ആവശ്യമുള്ളത് തെരഞ്ഞെടുത്ത് ഓർഡർ ചെയ്യാം. 15K മുതൽ വിലയുള്ള പാനീയങ്ങൾ കിട്ടും. നമ്മുടെ 45 രൂപ വരും. ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത് ഒരു ഗ്രിൽഡ് സ്ക്വിഡ് ആണ്. അത് വന്നു. ധാരാളം പച്ചക്കറിയെല്ലാം ചേർത്ത് നല്ല പാചകം. അടുത്തതായി രഞ്ജുവിന്റെ പതിവ് വിഭവമെത്തി, ബീഫ് നൂഡിൽസ് സൂപ്പ്. എനിക്കും ഒരു പാത്രം കൊണ്ടുവന്നു വെച്ചു. എനിക്ക് തോന്നുന്നത് രഞ്ജു ഇവിടെ 3 നേരവും കഴിക്കുന്നത് ബീഫ് നൂഡിൽസ് സൂപ്പാണെന്നാണ്. അടുത്ത മേശയിൽ ഹോട്ട് പോട്ടാണ് കാണുന്നത്. അടിയിൽ തീയുള്ള ഒരു പാത്രം മേശപ്പുറത്ത് കൊണ്ടുവന്നു വെക്കും. വിഭവങ്ങൾ നമുക്ക് തന്നെ അതിലിട്ട് വേവിച്ചു കഴിക്കാം. അവനവൻ തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന പരിപാടി. ചേരുവകൾ എന്തു വേണമെന്ന് ഓർഡർ ചെയ്താൽ കടക്കാർ കൊണ്ടുവന്നു തരും. ഞങ്ങൾ അവിടെ ഇരുന്ന് പല പല വിഭവങ്ങൾ കഴിച്ചു. സ്ക്വിഡും മാംസവും നൂഡിൽസ് സൂപ്പും സീഫുഡ് പ്ലാറ്ററുമെല്ലാം. ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസും കഴിച്ചു. തെരുവിലെ ജീവിതം കണ്ടുകൊണ്ട് കുറച്ചുനേരം അവിടെ ഇരുന്നു. വിയറ്റ്നാമിലെ ജീവിതത്തിന്റെ വിശേഷങ്ങൾ രഞ്ജു പറഞ്ഞു. തെരുവിലൂടെ വീണ്ടും നടക്കുമ്പോൾ തിങ്കളാഴ്ച ആയതിനാലുള്ള ആളുകുറവ് പലയിടത്തും കാണാം. ഇവിടുത്തെ വിൽപ്പനക്കാരികളൊക്കെ എത്ര മര്യാദക്കാരാണെന്ന് കാണുക. അവരൊക്കെയാണ് തെരുവിനെ സജീവമാക്കുന്നവർ. പഴം വിൽപ്പനക്കാർ സൈക്കിളും തള്ളി എപ്പോഴുമുണ്ട്. ചില കടകളിൽ ആളുകൾ നന്നേ കുറവ്. ആഴ്ചാവസാനങ്ങളിൽ ആളുകൾ നിറഞ്ഞിരിക്കുന്ന കടകളാണ് ഇതെല്ലാം. മറ്റു ദിവസങ്ങളിൽ ഇത്രയൊക്കെ ആളുകളെ ഉണ്ടാവുകയുള്ളൂ. തെരുവിലെ ഭോജനശാലകൾ മാത്രമല്ല ഇവിടെയുള്ളത്. നൈറ്റ് ക്ലബ്ബുകൾ, മ്യൂസിക് ബാറുകൾ എന്നിവയെല്ലാം ഈ പരിസരത്തുണ്ട്. വൈൻ മാത്രം കിട്ടുന്ന കടകളുമുണ്ട്. ചെറിയൊരു സ്ട്രീറ്റ് എന്ന് കരുതേണ്ടതില്ല. വിയറ്റ്നാമിലെ ഏതു ഭക്ഷണവും ഈ തെരുവിൽ ലഭിക്കും. നമ്മിൽ പലർക്കും ഫുഡ് സ്ട്രീറ്റ് എന്നും നൈറ്റ് ലൈഫ് എന്നുമൊക്കെ കേട്ടാൽ ഒരു നെഗറ്റീവ് ചിന്തയാണ്. എന്തോ ഒരു അപകടം പതിയിരിക്കുന്ന സ്ഥലമെന്ന ചിന്ത. അങ്ങനെയല്ല. ഇവിടെയാണ് ഏറ്റവും ലൈഫ് ഉള്ളത്. ആവേശകരമായ ഒരു അന്തരീക്ഷമാണിവിടെ. ആളുകൾക്കും അതാണിഷ്ടം. ഇത് കാണുന്ന പ്രേക്ഷകർക്കും ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നുണ്ടാവും. ഇവിടെ വരുന്നവരെല്ലാം ആ രുചിവൈവിധ്യം ആസ്വദിക്കും. സായിപ്പ് ബാർ, പെൺകുട്ടികൾ, കമിതാക്കൾ, കുട്ടികളുമൊത്തു വരുന്ന ദമ്പതിമാർ. രാത്രി 11 മണിയായി. തെരുവിൽ ബൈക്കുകൾ നീങ്ങുന്നു. രഞ്ജുവിനെ പറഞ്ഞുവിട്ടു. ഞാൻ ഹോട്ടലിലേക്ക് നടന്നു. ഇതാണ് ഹോട്ടൽ. പുറമേ നിന്ന് കാണുമ്പോൾ ഇത്രയുമേ ഉള്ളൂ. പക്ഷേ അതിനകത്തെ സ്പേസ് മാനേജ്മെന്റ് അതിശയിപ്പിക്കുന്നതാണ്. ഹോട്ടൽ ഓറിയന്റൽ സ്യൂട്ട്സ്. ഞാൻ അതിന്റെ അകത്തേക്ക് കയറി ചെന്നു.
ഈ ഹോട്ടലിലേക്ക് തിരിച്ചു കയറാൻ വലിയ ഇഷ്ടമാണ്. പുറത്തെ പുഴുങ്ങുന്ന അന്തരീക്ഷത്തിൽ നിന്നും നല്ല തണുപ്പിച്ചു നിർത്തിയ ലോബിയിലേക്കാണല്ലോ കയറുന്നത്. തിരക്കേറിയ തെരുവിന്റെ നടുവിലാണ് ഹോട്ടൽ ഇരിക്കുന്നതെന്ന് അകത്ത് കയറിക്കഴിഞ്ഞാൽ അറിയുകയേയില്ല. ഒരു ശബ്ദവും അകത്തില്ല. കോറിഡോറിലൂടെ ഞാൻ മുറിയിലേക്ക് നടന്നു. ഇന്ന് രാത്രി കൂടിയേ ഞാൻ ഇവിടെയുള്ളൂ. നാളെ ഈ നാട്ടിൽ നിന്നും മടങ്ങുകയാണ്. ഇന്ന് ഏറെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിരാവിലെ തുടങ്ങിയ യാത്രയാണല്ലോ. നാളെ മടങ്ങുന്നതിനു മുൻപ് കുറച്ചു കാഴ്ചകൾ കൂടി ഷൂട്ട് ചെയ്യാനുണ്ട്. കിടക്കുന്നതിന് മുൻപ് പാക്കിംഗ് ഉണ്ട്. ബാഗെല്ലാം ഒരുക്കി വെച്ച ശേഷമാണ് ഉറങ്ങിയത്. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പിറ്റേന്ന് രാവിലെ റെഡിയായി ലോബിയിലേക്ക് എത്തുമ്പോൾ എനിക്ക് വേണ്ടി ഒരു ടാക്സി പുറത്തു വന്ന് കിടപ്പുണ്ട്. ടാക്സിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് ഹോട്ടലിന്റെ മാനേജർ തന്നെയാണ്. വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്ത് കൂടെ വന്ന് അദ്ദേഹം എന്നെ കാറിൽ കയറ്റി യാത്രയാക്കി. നമ്മുടെ നാട്ടിൽ ഏത് ഹോട്ടൽ മാനേജറാണ് ഒരു ഏകനായ ടൂറിസ്റ്റിനെ ഈ വിധം യാത്രയാക്കുക? ഫാം വാൻ താൻ എന്നാണ് ഇയാളുടെ പേര്. ഫാം എന്ന് വിളിക്കാം. രഞ്ജു താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ഇന്ന് രാവിലെ പോകുന്നത്. ആ സ്ഥലം കാണാനല്ല, അവിടെ നിന്നും ഞങ്ങൾക്ക് മറ്റേതാനും കാഴ്ചകളിലേക്ക് പോകണം. എക്കോ പാർക്ക് എന്നൊരു സ്ഥലത്താണ് രഞ്ജു താമസിക്കുന്നത്. ഹാനോയ്ക്കകത്തെ മറ്റൊരു സിറ്റി എന്ന് എക്കോ പാർക്കിനെ വിശേഷിപ്പിക്കാം. പുതിയൊരു സിറ്റി. IT പ്രൊഫഷണലുകളും പുതിയ ജനറേഷനിലെ വ്യവസായികളും ഉൾപ്പെടെ ഇവിടുത്തെ വരേണ്യവർഗം താമസിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ സിറ്റിയാണത്. പൊവാൻകിയം തടാകമാണ് ഒരു ഭാഗത്ത്. ഓൾഡ് ക്വാർട്ടറിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ തടാകത്തിനരികിലൂടെ തന്നെ പോകണം. ചാങ് തിയൻ റോഡാണിത്. അതിന്റെ ഓരങ്ങളിൽ ഫ്രഞ്ചുകാല നിർമ്മിതികൾ. പണ്ട് ഫ്രഞ്ച് ക്വാർട്ടർ ആയിരുന്നു ഇവിടമെല്ലാം. കെട്ടിടങ്ങളിലെ ഫ്രഞ്ച് ശൈലി ഇപ്പോഴും പ്രകടമാണ്. TRANGTIEN എന്നാണ് എഴുതുന്നതെങ്കിലും ചാങ് തിയൻ എന്നാണ് ഇവിടുത്തെ ഉച്ചാരണം. അങ്ങ് ദൂരെ ഹാനോയ് ഓപ്പറ ഹൗസിന് സമീപം വരെ നീണ്ടുകിടക്കുന്ന റോഡാണ് ചാങ് തിയൻ. ഫ്രഞ്ചുകാരുടെ കാലത്ത് നഗരത്തിൽ പ്രൗഢമാം വിധം ഒരുക്കിയ പാതകളിലൊന്ന്. റുവ പോൾബർട്ട് എന്നായിരുന്നു അക്കാലത്ത് ഈ പാതയുടെ പേര്. ഹാനോയ് ഓപ്പറ ഹൗസാണ് നേരെ മുന്നിൽ അക്കാണുന്നത്. ഓഗസ്റ്റ് റവല്യൂഷൻ സ്ക്വയറിന്റെ ഒരതിരിലാണ് ഓപ്പറ ഹൗസ്. ഇതാണ് സ്ക്വയർ. ഫ്രഞ്ചുകാരുടെ കാലം മുതലുള്ള ചരിത്രത്തിന്റെ ഗരിമയുമായി അങ്ങനെ നിൽക്കുകയാണ് ഓപ്പറ ഹൗസ്. വിയറ്റ്നാം നാഷണൽ ഓപ്പറ ആൻഡ് ബാലെ കമ്പനിയുടെ ആസ്ഥാനം ഈ തിയേറ്ററാണ്. ഹാനോയ് ഫിലാർമോണിക് ഓർക്കസ്ട്ര പ്രവർത്തിക്കുന്നതും ഇവിടെ തന്നെ. ഫ്രഞ്ചുകാർ സംവിധാനം ചെയ്ത രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഹാനോയ് ഓപ്പറ ഹൗസിലെ കലാസംഘങ്ങളുടെ പ്രവർത്തനം. ഇത് വിയറ്റ്നാം നാഷണൽ മ്യൂസിയം ഓഫ് ഹിസ്റ്ററിയാണ്. ഓപ്പറ ഹൗസിന് നേരെ പിന്നിലായിട്ടാണ് മ്യൂസിയത്തിന്റെ സ്ഥാനം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ. ഇപ്പോൾ കാർ ഓൾഡ് ക്വാർട്ടറിൽ നിന്നും പുറത്തു കടന്നിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വളർച്ചയുള്ള നഗരങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലുണ്ട് ഹാനോയ്. ടൂറിസ്റ്റുകളല്ലാതെയും ധാരാളം വിദേശികൾ ഓരോ ദിവസവും ഹാനോയിലെത്തുന്നുണ്ട്. വാണിജ്യ വ്യവസായ ആവശ്യങ്ങൾക്കായി എത്തുന്നവരാണവർ. വിദേശ വ്യാപാരം മാത്രം ലക്ഷ്യമിട്ടുള്ള 2000 കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ നഗരത്തിൽ. 161 രാജ്യങ്ങളുമായി അവർ നേരിട്ട് വാണിജ്യം നടത്തുന്നു. ഇപ്പോഴുള്ള കുതിപ്പ് തുടർന്നാൽ അടുത്ത 5 വർഷം കൊണ്ട് ലോകത്തെ ഏറ്റവും സമ്പന്ന നഗരങ്ങളിലൊന്നായി മാറും ഹാനോയ്. റെഡ് റിവറിനെ ക്രോസ് ചെയ്യുന്ന ഒരു പാലത്തിലേക്ക് കയറിയിരിക്കുന്നു. കാവു വിൻതുയി എന്ന പാലം. ചുവപ്പ് നദിയാണ് താഴെ.
2010 ഈ പാലത്തിന്റെ നിർമ്മാണം. ഇത്തരത്തിൽ റെഡ് റിവറിനു കുറുകെ 7 വമ്പൻ പാലങ്ങളുണ്ട് ഹാനോയിൽ. എല്ലാം തന്നെ 1 കിലോമീറ്ററിലേറെ നീളമുള്ളതാണ്. പാലം കടന്നിറങ്ങുന്നിടത്ത് പുതിയ കാല ജനവാസ കേന്ദ്രങ്ങൾ കാണുന്നു. നദിയുടെ വടക്കേക്കര പുതിയ സിറ്റിയാണ്. ഇവിടെയും തിങ്ങിഞ്ഞിറങ്ങി നിൽക്കുകയാണ് കെട്ടിടങ്ങൾ. സ്ഥലത്തിന് ഉയർന്ന വിലയാണിവിടെ. 1ഉം 2ഉം സെന്റിൽ വെലിഞ്ഞ് ഉയരമേറിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. അല്പം കൂടി ചെല്ലുന്നതോടെ ഈ നഗരത്തിൽ തന്നെയല്ല എന്ന് തോന്നുന്ന ഒരു സ്ഥലത്തേക്കെത്തുന്നു. സിംഗപ്പൂരിലേതുപോലെ വഴിയോരങ്ങൾ ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു പ്രദേശം. ഇതാണ് എക്കോ പാർക്ക്. വൃക്ഷനിബിഡമായ വിശാല പ്രദേശം. ആസൂത്രിതമായി ഒരുക്കിയ പുതിയ നഗരഭാഗമാണ്. 500 ഹെക്ടറിൽ 9 ഘട്ടങ്ങളായി പൂർത്തിയാക്കുന്ന ടൗൺഷിപ്പ്. 8 വൻകിട കമ്പനികൾ ചേർന്ന് രൂപീകരിച്ച വിയറ്റ് ഹങ് അർബൻ ഡെവലപ്മെന്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന കൺസോർഷ്യമാണ് എക്കോ പാർക്ക് വികസിപ്പിച്ചത്. നെൽവയലുകളാണ് ഈ വിധം മാറ്റിയെടുത്തത്. രഞ്ജു കാത്തുനിൽക്കുന്നു. അദ്ദേഹവും കാറിൽ കയറി. രഞ്ജുവിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നില്ല. ഞങ്ങൾ അടുത്ത കാഴ്ചയിലേക്ക് പോവുകയാണ്. ബാ ചാങ് എന്ന ഒരു സെറാമിക് വില്ലേജ് ഉണ്ട് ഇവിടെ. അവിടേക്കാണ് ആദ്യം പോകുന്നത്. 15ാം നൂറ്റാണ്ട് മുതൽ സെറാമിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കുടുംബങ്ങൾ വസിക്കുന്ന പ്രദേശമാണ് ബാ ചാങ്. ബാത് ത്രാങ് എന്നാണ് എഴുതുന്നതെങ്കിലും വിയറ്റ്നാമീസ് ഉച്ചാരണം ബാ ചാങ് എന്നാണ്. കാർ ആ പ്രദേശത്തേക്കെത്തി. ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ ഒരു സെറാമിക് വില്ലേജ് ഉണ്ടെന്നൊന്നും തോന്നില്ല. മുൻപ് അർമേനിയയിലും മറ്റും കണ്ടതുപോലെ ചെളി കുഴച്ച് ചെറിയ ചട്ടിയും കലവും ഉണ്ടാക്കുന്നിടമാണ് എന്ന് കരുതിയെങ്കിലും ഇവിടുത്തെ സെറാമിക് അങ്ങനെയല്ലെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഗ്രാമത്തിൽ ഞാൻ കാറിൽ നിന്നിറങ്ങി. ഇവിടെയെല്ലാം കാണുന്നത് കച്ചവട പീടികകളാണ്. നാട്ടുകാരും വിദേശികളുമെല്ലാം എത്തുന്ന വില്ലേജാണ്. സെറാമിക് കാണാൻ മാത്രമല്ല, ഷോപ്പിങ്ങിനു കൂടിയാണ് അവർ വരുന്നത്. പഴയൊരു ഗ്രാമം. കടകളുടെ മുന്നിൽ വച്ചിരിക്കുന്നതെല്ലാം സെറാമിക് കൊണ്ടുള്ള കരകൗശല വസ്തുക്കളാണ്. ചൈനീസ് പാരമ്പര്യമുള്ള സെറാമിക് ഉൽപ്പന്നങ്ങളുടെ കടകൾ. കടകളിലേക്ക് ധാരാളം ടൂറിസ്റ്റുകൾ കയറിപ്പോകുന്നു. ഞാനും ഒരു കടയിലേക്ക് കയറി ചെന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന സെറാമിക് ഉൽപ്പന്നങ്ങളാണ് നിരന്നിരിക്കുന്നത്. ചൈനീസ് സെറാമിക്സിന്റെ സവിശേഷത തന്നെയാണ് ഈ സൗന്ദര്യം. സ്വർണം, വെള്ളി ഉൾപ്പെടെയുള്ള നിറങ്ങൾ ചാർത്തിയ പോഴ്സലിൻ പാത്രങ്ങൾ. ഓരോന്നിന്റെയും രൂപം മാത്രമല്ല, അതിലെ പെയിന്റിങ്ങും അത്ഭുതപ്പെടുത്തുന്നതാണ്. ബാ ചാങ് പ്രദേശം മുഴുവനുമുണ്ട് ഇത്തരം വിൽപ്പന കേന്ദ്രങ്ങൾ. പണ്ട് ചൈനയിൽ നിത്യോപയോഗത്തിനുണ്ടായിരുന്ന തരം പാത്രങ്ങളാണ്. പക്ഷേ ഇന്ന് അവയിൽ പലതും അത്തരം ഉപയോഗത്തിനുള്ളതല്ല. ഒരു സുവനീർ പോലെയോ നല്ലൊരു കലാരൂപം പോലെയോ വീടിനെ അലങ്കരിക്കാനുള്ളതാണിത്. സ്വീകരണ മുറിയിൽ വെക്കാനുള്ളവ. 5 നൂറ്റാണ്ടുകളായി ബാ ചാങ്ങിൽ ഇങ്ങനെയുള്ള പാത്രങ്ങളുടെ നിർമ്മാണം നടക്കുന്നു. വിയറ്റ്നാമിന്റെ രാജകൊട്ടാരങ്ങളിലേക്ക് സെറാമിക് പാത്രങ്ങൾ നിർമ്മിച്ചു നൽകിയിരുന്ന ഗ്രാമമാണിത്. ഇതെല്ലാം ഓരോ കലാരൂപങ്ങളാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അടർന്നു പോവുകയോ മങ്ങലേൽക്കുകയോ ചെയ്യാത്ത വർക്കുകളാണ്. ഓരോ സെറാമിക് പാത്രത്തിന്റെയും നിർമ്മാണത്തിന് ദിവസങ്ങൾ തന്നെ എടുക്കും. മൺപാത്രത്തിൽ വെറുതെ പെയിന്റ് ചെയ്തിരിക്കുകയല്ല. കളിമണ്ണും വിവിധ നിറങ്ങളിലുള്ള മിനറലുകളും സ്വർണം, വെള്ളി, നൂലുമെല്ലാം ഉപയോഗിച്ചാണ് പുരാതന കാലം മുതൽ ചൈനയിൽ ഇതുണ്ടാക്കിയിരുന്നത്. ചൈനയിൽ നിന്നുമാണ് സെറാമിക് ഉൽപ്പന്ന നിർമ്മാണ വിദഗ്ധർ വിയറ്റ്നാമിലെത്തിയതെന്നാണ് ചരിത്രം. പാതയുടെ ഒരു ഭാഗത്ത് സ്ട്രീറ്റ് ഫുഡ് കടകൾ. ഇവിടെ ഒരു കച്ചവടക്കാരിയുണ്ട്. മധുരക്കിഴങ്ങ് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മധുരക്കിഴങ്ങ് ബിസ്ക്കറ്റ് പരുവത്തിലാക്കിയിരിക്കുന്നു. മുട്ടയും ഗ്രിൽ ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഇംഗ്ലീഷ് അറിയാം. ഇത്രയെങ്കിലും ഇംഗ്ലീഷ് അറിയുന്ന ഒരു സ്ത്രീയെ ഇവിടെ ആദ്യം കാണുകയാണ്. ഇലയട പോലൊരു സംഗതി ആവിയിൽ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നു.
ഇങ്ങനെ വിചിത്രമായ വിഭവങ്ങളാണ് വിയറ്റ്നാമിലെങ്ങും കാണുക. തെരുവിനെയാകെ ഗന്ധപൂരിതമാക്കുന്നത് ഈ കച്ചവടക്കാരനാണ്. ഒരു ഫാനും കൂടി വെച്ചാണ് കനലിനു മേലെ വെച്ച് ഇറച്ചി ചുട്ടുകൊണ്ടിരിക്കുന്നത്. കാറ്റടിക്കുമ്പോൾ കനലെരിയും. വിഭവത്തിന്റെ ഗന്ധം അന്തരീക്ഷത്തിൽ പടരും. പാചകക്കാരന് പുകയടിക്കുകയുമില്ല. ചെറിയ ഇറച്ചി കഷ്ണങ്ങൾ മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നാട്ടുകാരായ പുരുഷന്മാർ കട്ടൻ ചായയും അടിച്ച് വട്ടമിട്ടിരിക്കുന്നു. മറ്റു ചില കാഴ്ചകൾ അന്വേഷിച്ച് ഞങ്ങൾ സഞ്ചാരം തുടർന്നു.